ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതിനെ ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഇത് സെൽഫി കാലമാണെന്നും പൊതുപ്രവർത്തകർ പുറത്തിറങ്ങുമ്പോൾ നിരവധി ആളുകളെത്തി സെൽഫി എടുക്കാറുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരക്കാരുടെ മുഴുവൻ വിവരങ്ങളും അറിഞ്ഞ് സെൽഫിക്ക് നിൽക്കാനാവില്ല. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടാൽ പഴയ കാലത്തൊക്കെ പറയാ ഒരു ചായ കുടിച്ചിട്ട് പോകാനാ. ഇപ്പം അതല്ല പറയാ, നമ്മളൊരു സെൽഫി എടുക്കാന്ന് പറയും. കണ്ടാലുള്ള സന്തോഷ സൂചകമായി ചെയ്യുന്നൊരു സംഗതിയാണ്. അത് എല്ലാവരും ചെയ്യും. അപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നവൻ്റെ ബയോഡാറ്റ പരിശോധിച്ചിട്ടും അവൻ്റെ അതുപോലെ തന്നെ കുടിക്കടം പകർത്തിയിട്ട് സെൽഫിക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിൽ സംഭവം. അല്ല, അതന്നെ അങ്ങനെയുള്ള ഫോട്ടോ കണ്ടതിനല്ലേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം വന്നത്. ഈ പ്രതി മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ഫോട്ടോ മാത്രമാണ് എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തെ മറയാക്കി മുൻമന്ത്രി AK ബാലൻ മയക്കുമരുന്നിനെതിരെയുള്ള തൂഫാൻ പദ്ധതിയെ വിമർശിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പൊതുസമൂഹം മൊത്തം ഏറ്റെടുത്ത ഒരു പദ്ധതിയെ അനാവശ്യമായി വിമർശിക്കരുതെന്ന് മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഉപസമിതിയിൽ തർക്കമുണ്ട് എന്ന വാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. എന്നാൽ തർക്കമില്ല. വന്ദേമാതരം വിവാദത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.